ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു ഡ്രാമ വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വൈ ഡെസ്റ്റിനിയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ്. ഈ ഡ്രാമയുടെ ലാസ്റ്റ് കപ്പിളിന്റെ സ്റ്റോറിയാണിത്. ഇതോടുകൂടി നമ്മളുടെ ഈ ഡ്രാമ അവസാനിക്കുകയാണ്. നേരെ നമുക്ക് സ്റ്റോറിലോട്ട് പോയി നോക്കിയാലോ. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ഒരു സുന്ദരി കുട്ടപ്പൻ ഒരുങ്ങുകയാണ്. അവൻ എവിടെയോട്ടോ പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഇവനാണ് നമ്മുടെ കഥയിലെ നായകൻ. ഇവന്റെ പേര് മാസുക് അല്ലേ? ഭയങ്കര പാടുള്ള പേരല്ലേ? നമുക്ക് നോക്കാം. സ്റ്റോറി പോ സെറ്റ് ആകുമായിരിക്കും. പേരൊക്കെ സെറ്റ് ആയില്ലെങ്കിൽ നിങ്ങളെ കിട്ടുന്നിടത്ത് വെച്ച് പിടിച്ചോണം. ചിലപ്പോ മാസ് വരൊക്കെ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ചെറുക്കന് ഇത്രയും ഗ്ലാമർ ആയതുകൊണ്ട് ഇവന് മാസ് എന്നുള്ള പേരൊക്കെ ചേരുവാണ്. എന്റെ പൊന്നെ, അല്ലെങ്കിൽ തന്നെ പിള്ളേരെല്ലാം പറയുന്നത് എന്റെ കോഴിത്തരം കൂടി വരുവാന്ന്. എന്റെ കോഴിത്തരം കൂടുന്നത് നിങ്ങൾ കാണുന്നുള്ളൂ. ഈ വരുന്ന ആമ്പിള്ളേരെ സൗന്ദര്യം കൂടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അങ്ങനെ അങ്ങോട്ട് ഗ്ലാമർ കൂടി വരുമ്പോ നൈസായിട്ട് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കോഴിത്തരം പുറത്തു വരും. എന്ത് ചെയ്യാനാ, ജന്മനാ ഉള്ള വാസനയാ. ഓക്കെ, നമുക്ക് തിരിച്ച് കഥയിൽ വരെ. നമ്മുടെ മാസ് ഒരുങ്ങി സുന്ദര കുട്ടപ്പനായിട്ട് സൈക്കിൾ ചവിട്ടി നേരെ ചെല്ലുന്നത് ഒരു റെസ്റ്റോറന്റിന്റെ മുന്നിലാണ്. അവിടെ ഒരു പെൺകുട്ടി കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടിരിക്കുവാണ്. നേരെ കയ്യിലൊരു ബൊക്കെയായിട്ട് ഈ പെൺകുട്ടിയുടെ അടുത്ത് എന്നിട്ട് ഈ ബൊക്കെ കൊടുക്കും. ഉടനെ ഈ പെൺകുട്ടി തിരിഞ്ഞിട്ട് പറയാം, എനിക്ക് നിന്നെ അറിയില്ലല്ലോ, പിന്നെ നീ എന്തിനാ എനിക്ക് ഈ ബൊക്കെയൊക്കെ തരുന്നത് എന്ന് ചോദിക്കും. ഇത് കേട്ട നമ്മുടെ ചെറുക്കൻ പറഞ്ഞ, അയ്യോ ഇതൊന്നും ഞാൻ തരുന്നതല്ല, അത് ആ ബെഞ്ചിരിക്കുന്നില്ലേ, ആ ചെറുക്കൻ തന്നാ, ഞാൻ വെറും ഡെലിവറി ബോയ് മാത്രമാണ് എന്ന് പറയാം. അയ്യോ, ഇപ്പഴാ എന്റെ മനസ്സിന് സമാധാനമായത്. 10 മിനിറ്റ് മുമ്പല്ലട ഞാൻ നിന്നെ പൊക്കി പറഞ്ഞോണ്ടിരുന്ന, നീ ഉടനെ തന്നെ പോയി സുന്ദരിയായ പെണ്ണിന് ബൊക്കെ കൊടുക്കുകയാണെന്ന് ഞാൻ ഓർത്ത്. ഏതെങ്കിലും സുന്ദരനായ ചെറുക്കനെയും കൊണ്ട് വരുമെന്ന് ഓർത്തപ്പോഴേക്കും ഇവൻ സുന്ദരിക്ക് കൊണ്ട് കൊടുത്തപ്പോ തന്നെ എന്റെ മനസ്സൊന്ന് വാളി. പിന്നെയാണ് ഇവൻ ഡെലിവറി ബോയ് ആണെന്ന് അറിഞ്ഞപ്പോഴാ ഒരു സമാധാനം. ഇവനിങ്ങനെ പറയുന്ന കേട്ടത് ആ പെണ്ണ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ ചെറുക്കനെ കാണുമ്പോൾ അവള് ഭയങ്കരമായിട്ട് കലിപ്പായിട്ട് എഴുന്നേറ്റ് അങ്ങ് പോകും. ആ പെണ്ണിന് ആ ചെറുക്കനെ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. കൂടുള്ള ഫ്രണ്ട് ഉടനെ ഓടി വന്ന് ഈ ബൊക്കെ മേടിച്ചിട്ട് ആ പെണ്ണിന്റെ കൂടെ ഓടിപ്പോവും. ബൊക്കെ കൊടുത്ത് നമ്മുടെ ചെറുക്കൻ എന്ത് ചെയ്യും, ഫോൺ എടുത്ത് നേരെ അവന്റെ ബോസിനെ വിളിക്കും. ഇവനാണ് നമ്മുടെ കഥയിലെ സെക്കൻഡ് ഹീറോ. ഇവന്റെ പേര് ജിയാട് പറയും ഡെലിവറി എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെറുക്കൻ എന്ത് ചെയ്യും, ആ സ്ഥലത്തുനിന്ന് നേരെ തിരിച്ചു വരും. ഇവൻ നേരെ വരുന്നത് ഈ വീടൊന്നും ഇല്ലാതെ വഴിയിലൊക്കെ താമസിക്കത്തില്ല, അങ്ങനെ താമസിക്കുന്ന ഒരാളടുത്താണ്. കാഷ്വലായിട്ട് അയാളുടെ അടുത്ത് വന്നത് വർത്താനം പറയും. എനിക്ക് തോന്നുന്നു ഇവര് നേരത്തെ തൊട്ടേ കമ്പനിയാണെന്ന്. വന്നിരുന്നതും ഇവൻ എന്ത് ചെയ്യും, അയാൾക്ക് ഫുഡ് കൊടുക്കും. ഉടനെ അയാള് പറയും, ഇന്ന് ഭയങ്കര വെയിലാണ് അല്ലേന്ന് പറയും. ഇത് കേട്ട് മാസ് എന്ത് ചെയ്യും, ഒരു ഫാൻ എടുത്ത് കൊടുത്തിട്ട് പറയും, നിനക്ക് വേണ്ടി ഞാനൊരു ഫാൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ ഫാൻ കൊടുത്തിട്ട് പറയും, ശരി എന്നാ ഞാൻ പോവാ, എന്റെ ജോലി കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് നേരെ ഇവന്റെ ഷോപ്പിൽ വരും. അതൊരു ഫ്ലവർ ഷോപ്പാണ്. പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വിമാനത്തിന്റെ ലുക്കാണ്. കൊള്ളാം, നല്ല വെറൈറ്റി ആയിട്ടൊരു ഷോപ്പ്. ഇവൻ നേരെ അവിടെ വരുമ്പോഴേക്കും നമ്മുടെ മുതലാളിയായ ജിയ അവിടെ ഉണ്ട്. ബോസിനെ കണ്ടതും വിഷ് ചെയ്തിട്ട് ഇവൻ നേരെ സ്റ്റെപ്പിൽ തന്നെ ഇരിക്കും. ഇത് കണ്ടതും ജിയ നേരെ എഴുന്നേറ്റ് ഇവന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, എന്ത് പറ്റി, ഇന്ന് ഡെലിവറി ചെയ്യാൻ പോയെടുത്ത് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും. അതുകൊണ്ടുതന്നെ ഇവൻ പറയും, ആ പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ മുതലാളിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്ത് പറ്റി, നമ്മൾ ഡെലിവറി ചെയ്ത വിധം ഇഷ്ടപ്പെട്ടില്ല, അതോ നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല, എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ പറയേ, ഇതിലൊന്നും അല്ല പ്രശ്നം, ആ ഫ്ലവർ കൊടുക്കാൻ പറഞ്ഞ ചെറുക്കനെ ആ പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. ഓ, അതാണ് പ്രശ്നം, അതൊന്നും വിഷയമല്ല, അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല, ആ പെണ്ണിന് കുറച്ച് എക്സ്പെക്ടേഷൻ കൂടുതലാണെന്ന് തോന്നുന്നു, അത് നീ കാര്യം വെക്കണ്ട, അതങ്ങ് പോട്ടെ എന്ന് പറയും. എന്നിട്ട് ജിയ അവനോട് ചോദിക്കും, വാലന്റൈൻസ് ഡേ അന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ചോദിക്കും. പറയും, എനിക്ക് പരിപാടിയൊന്നുമില്ല, നിനക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് തിരിച്ചു ചോദിക്കും. പിന്നെ ജിയ പറയും, എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, പക്ഷെ അന്ന് നമ്മുടെ ഷോപ്പിൽ ഭയങ്കര തിരക്കായിരിക്കും, സാരമില്ല, എന്റെ കൂടെ പോങ്ങുണ്ടല്ലോ, ഞാൻ അവനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയും. പോങ്ങെന്ന് പറയുന്നത് ഇവന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന വേറെ ചെറുക്കനാണ്. ഇത് കേട്ടത് ഉടനെ അവൻ പറയാം, അയ്യോ 3 വർഷമായിട്ട് നിന്റെ കൂടെ വാലന്റൈൻസ് ഡേക്ക് ഞാനാ ഇവിടെ നിൽക്കുന്നത്, ഇത്തവണ എനിക്കൊരു ഡേറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഫ്രീ അല്ല എന്ന് പറയും. പറയും, ശരി അവനെ വിട്ടേക്ക്, പാവമുണ്ട്, ഈ വർഷമെങ്കിലും അവൻ ഡേറ്റിന് പോട്ടെ, നിന്റെ കൂടെ അന്ന് ഞാൻ നിക്കാന്ന് പറഞ്ഞിട്ട് ഒരു പരുവത്തിന് ജിയാനെ പറഞ്ഞ് സമർപ്പിക്കും. ഇത് കേട്ടതും അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവൻ തുള്ളിച്ചാടി അങ്ങോട്ട് പോകും. ഉടനെ ജിയ ഇവനോട് ചോദിക്കും, എന്ത് പറ്റി, നിനക്ക് പ്ലാനിങ് ഒന്നും ഇല്ല വാലന്റൈൻസ് ഡേ ആയിട്ട് എന്ന് ചോദിക്കും. ഓ, എനിക്കെന്ത് പ്ലാൻ, എനിക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല, ഞാൻ ഫ്രീ ആന്ന് പറയും. എന്നിട്ട് മാസുക എന്ത് ചെയ്യും, പിന്നെയും തിരിച്ചു ചോദിക്കും, നിനക്കെന്താ വേറെ പ്ലാനൊന്നും ഇല്ലേ എന്ന്. ജിയ പറയും, എനിക്ക് പ്ലാനൊന്നും ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എങ്ങും പോകത്തില്ല, ഞാൻ ഷോപ്പിൽ തന്നെ നിൽക്കത്തുള്ളൂ എന്ന് പറയും. ജിയാക്കാണെങ്കിൽ അങ്ങോട്ട് എന്താ പറയുന്നത്, വിശ്വാസം വരുന്നില്ല. വാലന്റൈൻസ് ഡേ അന്ന് പ്രോഗ്രാം ഒന്നും ഇല്ലേന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. എന്താണ് ഇവന്റെ ഈ ചോദ്യത്തിന്റെ പുറകിൽ എന്തോ ഉണ്ടല്ലോ അല്ലെ, ഇവൻ അങ്ങോട്ട് തൃപ്തി വരത്തില്ല, അവനൊരു പരിപാടി ഇല്ല, ഫ്രീ ആന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, മുതലാളിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും സിംഗിളാ ആണ്. മാസ് കൊണ്ടതിനെ ജിയാട് പറയും, ശരിയെന്നാ ഞാൻ പോവാന്നും പറഞ്ഞ് ഇവൻ ഷോപ്പിൽ നിന്ന് നേരെ പോരും. ഇവിടെ നേരെ സിംഗട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ മാസുകാണെങ്കിൽ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ വന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ചുറ്റിനും
നോക്കിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ചെറുക്കന്റെ ഇരിപ്പ് കണ്ടാലേ അറിയാം എന്തോ ഒരു ഭയങ്കര ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, എന്തോ വലിയ സങ്കടമുള്ള പോലെ. ഇങ്ങനെ ഇവൻ സങ്കടപ്പെട്ടുകൊണ്ടോട്ട് ഇരിക്കുന്നിടത്തോടെ നമ്മുടെ സാറ്റ് വരും. സാറ്റിനെ അറിയാലോ, മറ്റേ മാന്ത്രിക ഭാവമുള്ളവൻ. അവൻ അങ്ങോട്ട് വരും. വന്നിട്ട് ചോദിക്കുക, എന്ത് പറ്റി നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് ചോദിക്കുക. പറയും, ഒന്നുമില്ലടാ, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുവാന്ന് പറയും. ഇവനോട് അടുത്തെടുക്കുന്ന ഒരു ബെഞ്ച് ചെയ്തിട്ട് പറയും, നീ വെറുതെ ഇരിക്കുവാന്ന് നീ ചുമ്മാ പറയുക, എന്ത് പറ്റി, നിനക്ക് സങ്കടമാണോ, നിനക്ക് ഭയങ്കര ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഉടനെ ഇവൻ പറയാം, ആ അതേടാ ഉണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ സമ്മതിക്കും കേട്ടോ. ഇവിടെ സാറ്റ് പറയാം, എന്നാ വാ എന്റെ കൂടെ വാ, നമുക്ക് പള്ളി വരെ പോകാന്ന് പറയുമ്പോൾ ചോദിക്കും, എന്തിനാ പള്ളി പോകുന്നത്, നിനക്ക് നല്ലൊരു പാർട്ട്ണറെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാ, വാടാ നീ നമുക്ക് പള്ളി പോവാന്ന് പറയും. ഓ വേണ്ടടാ, എനിക്കതിലൊന്നും വിശ്വാസമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും. ഓ അങ്ങനെ നീ പറയല്ലടാ, നീ നോക്കിക്കോ, നിനക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരാള് നിനക്ക് തൊട്ടടുത്ത് തന്നെ നല്ലൊരു പാർട്ട്ണറായിട്ട് നിനക്ക് കിട്ടും, എനിക്ക് ഉറപ്പാന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കോ. എന്തിനാടാ നീ ഇത്രയും ബുദ്ധിമുട്ടുന്ന, അവനെ കണ്ടാലേ അറിയാം അവൻ ഭയങ്കര ലോൺലിയാണ്, അവന്റെ ജീവിതത്തിൽ എന്തോ വലിയ സങ്കടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതാണ് അവനിങ്ങനെ മൗനമായിട്ട് എപ്പോഴും ഇരിക്കുന്നത്, വലുതായിട്ട് ചിരിയൊന്നുമില്ല. ഈ പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷൻ നിന്റെ കയ്യിലുണ്ടല്ലോ, നീ എടുത്ത് കൊടുടാ ആ മാന്ത്രിക പാവ. എന്താ നീ കൊടുക്കാത്തത്, നിന്റെ ഫ്രണ്ട് അല്ലേ അവൻ, നിങ്ങൾ 7 പേര് നടക്കുന്ന ഒരു ഗ്യാങ് അല്ല, ആ ഗ്യാങ്ങിൽ ഒരാളല്ലേ അവൻ, നിനക്ക് കൊടുത്തൂടെ അവന്. കൊടുക്കത്തില്ല, മറ്റുള്ളവര് നന്നാകുന്നത് ഇഷ്ടമല്ലല്ലോ. ഇപ്പൊ മലയാളിയാന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ നേരെ സീൻ കട്ട് ഇത് കാണിക്കുന്നത് നമ്മുടെ മാസാണ്. അവന്റെ റൂമിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്, ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ചെറുക്കൻ എന്തൊക്കെയോ ഓർത്ത് ഭയങ്കര സങ്കടപ്പെട്ട് ലോൺലി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുങ്ങി പിറ്റേ ദിവസം ഷോപ്പിൽ പോകും. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ജിയായും ബാങ്ങും കൂടെ എന്തൊക്കെയോ ഗിഫ്റ്റുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വാലന്റൈൻസ് ഡേ വരുമല്ലേ, കുറെ പേര് ഫ്ലവറും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് വരുമല്ലോ, അതൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് ഡെക്കറേഷൻ ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവൻ അങ്ങോട്ട് വരുന്നത്. ഇവനെ കണ്ടത് പറഞ്ഞ വാങ്ങു വന്നിട്ട് പറയും, ഓ നീയല്ലേ വാലന്റൈൻസ് ഡേക്ക് ഡ്യൂട്ടിക്ക് നിൽക്കുന്നത്, നീ വന്ന് ഇതൊക്കെ പൊതിയെന്ന് പറഞ്ഞിട്ട് ഇവനെ അവിടെ ഇരുത്തും. ഉടനെ തന്നെ മാസ് പറയും, ഓ നീ ഇപ്പം പോവുമായിരിക്കും ധൃതി വെച്ച് നിന്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ. അതെ ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ പോവാ, നീ നിന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ഇവിടെ ഇരിക്കുകയെന്ന് പറയും. അതായത് മുതലാളിയും തൊഴിലാളിയും കൂടെ ബോയ് ഫ്രണ്ടായിട്ട് ഇവിടെ ഇരിക്കാൻ. ഇത് കേട്ടതുകൊണ്ട് തന്നെ മാസ് അങ്ങനോട് പറയും, നീ എന്താ പറയുന്നത്, ബോയ് ഫ്രണ്ടോ, ചുമ്മാ വായി വരുന്നൊന്നും പറയരുത്, നീ അങ്ങോട്ടെങ്ങനെ പോകുന്നു പറഞ്ഞ ഇവൻ വഴക്ക് പറയും. ഇവനിങ്ങനെ വഴക്കൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ജിയ ആണെങ്കിൽ മാസുകിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. പിന്നെ ഈ ഫ്ലവർ ഒക്കെ എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത്, ഗിഫ്റ്റ് ഒക്കെ എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടതെന്നെല്ലാം ജിയ ആണെങ്കിൽ മാസുകിനെ കാണിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പാക്ക് ചെയ്ത് വരുമ്പോഴേക്കും ജിയയുടെ കൈ അറിയാതെ മാസുകിന്റെ കയ്യിൽ തൊടുമ്പോ ജിയാക്ക് ഭയങ്കര സന്തോഷമാണ്, മുഖം കാണണം, ഭയങ്കര ഹാപ്പിയായി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, മുതലാളിയുടെ മനസ്സിൽ എന്തോ ഒന്നുണ്ട്. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ മാസാണ് പോകാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും ജിയ പറയുവാണ്ട് വെക്കും, വർക്ക് കഴിഞ്ഞില്ലേ, നിനക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ എന്ന് ചോദിക്കാൻ പറയും, എന്ത്, എനിക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലാന്ന് പറയും. ആണോ, എന്നാ ഞാൻ നിന്റെ കൂടെ വരട്ടെ, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, നീ എന്റെ കൂടെ വായോ എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചോണ്ട് പോകും. നൈസായിട്ട് ഡേറ്റിന് പോകുന്ന പോലെ. അങ്ങനെ ഉണ്ട്, ഷോപ്പിന് വേണ്ടി കുറച്ച് സാധനം വാങ്ങാനാന്ന് പറഞ്ഞാൽ സംഭവം സെറ്റ് ആയില്ലേ, ചുളുവിനൊരു ഡേറ്റിനും പോവാം. എന്നാ ശരി വാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോകും. നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് എത്തുക, രണ്ടുപേരും കൂടെ ഒരു സിനിമ തിയേറ്ററിനകത്ത് ഇരിക്കുവാണ്. ഇങ്ങനെ തിയേറ്ററിൽ ഇരിക്കുമ്പോഴേക്കും മാസം ഉണ്ടേനെ ചോദിക്കും, എന്തോ സാധനം വാങ്ങാനുണ്ടോ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ വന്നത് ചോദിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മുതലാട്ട പ്ലാൻ വേറെ എന്തോ ആണെന്ന്. ഇത് കേട്ടതോടെ തന്നെ ജിയ പറയും, ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങാനില്ലടാ, നമ്മുടെ ഷോപ്പിന് വേണ്ടി പുതിയ എന്തെങ്കിലും ഐഡിയ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഇവിടെ വന്നത് എന്ന് പറയും. ഇങ്ങനെ ഐഡിയ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നത്, അതായത് ഉള്ളിൽ ക്രഷ് ഉള്ള ആളുമായിട്ട് വന്ന് തിയേറ്ററിൽ ഇരുന്ന് സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിലോട്ട് വേണ്ട ഐഡിയ കിട്ടും. ഐഡിയ കിട്ടാനും വീട്ടിൽ യൂട്യൂബിൽ ഇരുന്ന് പല വീഡിയോ നോക്കിയാൽ പോരെ. ഈ ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയതെന്ന് പറയാം, ഹരി സുരേഷൻ പറയുന്നത് എനിക്ക് മുതലാളി ആ ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നത്. അതൊക്കെ പോട്ടെ, നീ ഇപ്പൊ പറ, നിനക്ക് ഭയങ്കരമായിട്ട് ലോൺലി ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നീ എന്താ ചെയ്യാറുള്ളത് എന്ന് ജിയ ചോദിക്കും. പെണ്ണ മാസം പറയും, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല, ഞാൻ ഏതെങ്കിലും ഒരു ബസ്സിൽ കയറും, ആ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് എവിടെയാണോ അവിടെ വരെ യാത്ര ചെയ്യും, അവിടെ വരെ യാത്ര ചെയ്തിട്ട് തിരിച്ചു പോരും, അത്രേ ഉള്ളൂ എന്ന് പറയും. അത് കൊള്ളാലോ, പുതിയ വെറൈറ്റി ആയിട്ടൊരു രീതിയാണല്ലോ എന്ന് പറയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിനുള്ളവരെ കാണുമ്പോൾ, അവരുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ, അവരുടെ ബുദ്ധിമുട്ട് സങ്കടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊന്നും അത്ര വലിയ കാര്യമൊന്നും അല്ല എന്നൊരു തോന്നല് നമുക്ക് വരും. അപ്പൊ നമ്മുടെ മനസ്സ് കുറച്ച് റിലാക്സ് ആവും. അതിനുവേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയും. കൊള്ളാല്ലേ, നല്ല ഐഡിയ ആണ്. ഇപ്പൊ വീട്ടുകാർ വഴക്ക് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് നേരെ ഇറങ്ങി ആദ്യം വരുന്ന ബസ്സിൽ കയറി, ഞാൻ കയറിയിട്ട് അവസാന സ്ഥലത്ത് ചെല്ലുമ്പോ തന്നെ ഇവിടെ നാട്ടിൽ വീട്ടുകാരും ബന്ധുക്കാരും തിരക്ക് തുടങ്ങും. കുറച്ചു പേരൊക്കെ പറയോ, ആ കൊച്ചിത് എവിടെ പോയി കണ്ടില്ല, അങ്ങനെ ഇങ്ങനെ പുറത്തോട്ടിറങ്ങത്തില്ല എന്നല്ലോ എന്നെല്ലാം പറയും. ചിലര് പറയും, അയ്യോ മിണ്ടാപ്പൂച്ചപ്പോലെ ഇരുന്നല്ല ആരോടെങ്കിലും ഒളിച്ചോടിപ്പോയെന്ന് പറയും. എന്റെ പൊന്നടാ, ലോൺലി ഫീലും കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നാട്ടുകാരും വീട്ടുകാരും പോലീസുകാരും വീട്ടിൽ കാണും. എന്തൊരു ഐഡിയ ആണ് ഇതൊക്കെ. പക്ഷെ സത്യമായിട്ട് ഇത് ഭയങ്കര ഷോക്കായിട്ടൊരു സീനാട്ടോ. മാസ് ഇങ്ങനെ പറഞ്ഞു നിർത്തിയത് കൊണ്ട് തന്നെ ജിയ പറയും, നീ ഇത്രയും ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് പറ്റിയൊരു പാർട്ട്ണറെ നീ കണ്ടുപിടിക്കാൻ മേലെന്ന് ചോദിക്കാൻ പറയാം. എന്റെ സോൾമേറ്റ്
ഇതുവരെ ഇവിടെ ജനിച്ചിട്ട് പോലും ഇല്ല, പിന്നെ ഞാനെങ്ങനെ കണ്ടുപിടിക്കാനാന്ന് പറയും. ഇവൻ എന്തോ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ടല്ലോ, എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. വല്ലോ തേപ്പാണോ അത്, ഇതിനിടയ്ക്ക് വേറെ ആരെങ്കിലും വരുവോ, എന്താണ് സംഭവം? അങ്ങനെ മാസം ചെയ്യാൻ കൂടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും തിയേറ്ററിൽ എന്തോ തീ പിടിച്ചെന്ന് പറഞ്ഞ് ഫയർ അലാറം അടിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ മാസനാണ് വേറെ എന്തൊക്കെയോ ഓർമ്മ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഇവന്റെ കൂടെ വേറൊരു ചെറുക്കനുള്ളതും ആ തിയേറ്റർ മൊത്തം കത്തുന്ന പോലെയൊക്കെ. പെട്ടെന്ന് തന്നെ ജിയ എന്ത് ചെയ്യും, ഇവനിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതാണ്. ഇവന്റെ കൈ പിടിച്ച് വലിച്ചിട്ട് പറയും വാ നമുക്ക് പുറത്തു വന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇവനെ പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തു വരും. അപ്പൊ ഇവന് നേരത്തെ ഒരാളുണ്ടായിരുന്നു. ഇവിടെ നേരെ സിംഗട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ മാസാണ്. വീട്ടിൽ വരും, വീട്ടിൽ വന്നിട്ട് ഭയങ്കര ഷോക്കായിട്ട് സങ്കടമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവനൊരു ചെറുക്കന്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫോട്ടോ മാറ്റിയിട്ട് അടുത്ത ഫോട്ടോ നോക്കുമ്പോഴേക്കും അതിൽ 2 ടിക്കറ്റ് ഉണ്ട്, സിനിമാ തിയേറ്ററിലെ ടിക്കറ്റ്. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇവന് കുറച്ച് ഫ്ലാഷ് ബാക്ക് ഒക്കെ ഓർമ്മ വരുവാണ്. ഇവിടെ നേരെ കാണിക്കുന്ന ഫ്ലാഷ് ബാക്ക് ആണ്. ഇവനിപ്പോ ഫോട്ടോ നോക്കിക്കൊണ്ടിരുന്നില്ല, ആ ചെറുക്കൻ ഇവനെ ഫോൺ ചെയ്തിട്ട് പറയും നമുക്ക് ഇന്ന് വൈകിട്ട് മൂവി കാണാൻ പോവാൻ, ഞാൻ ടിക്കറ്റ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, നിനക്ക് പുതിയൊരു സെക്ടറും വാങ്ങിച്ചിട്ടുണ്ട്, നീ പെട്ടെന്ന് വാന്ന് പറയാം, എനിക്കിനി ഓരോ ഡെലിവറിയും കൂടെ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് അങ്ങ് വന്നേക്കാന്ന് പറയും. ഇപ്പാണ് പ്രസന്റിൽ ഇവൻ ഇതൊക്കെ ആലോചിച്ചെന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയാണ്. പാവമുണ്ട് നമ്മുടെ മാസാണ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ ചെറുക്കൻ ഇനി തേച്ചിട്ട് പോയോ അതോ മരണപ്പെട്ടോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഇവൻ ഭയങ്കരമായിട്ട് അതോർത്ത് സങ്കടപ്പെടുന്നുണ്ട്. ചെറുക്കൻ ഇങ്ങനെ സങ്കടപ്പെട്ടിന്ന് കരഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും ആരോ വന്ന് ഡോറ് കൊട്ടും. പെട്ടെന്ന് കണ്ണൊക്കെ തുടച്ചിട്ട് പോയി ഡോറ് തുറന്ന് നോക്കുമ്പോ ആരാ വന്നത്, നമ്മുടെ സാറ്റാണ്. സാറ്റ് നേരെ അകത്ത് വന്ന് രണ്ടുപേരും കൂടെ സോഫ ഇരുന്ന് വർത്താനം പറയാണ്. ഉടനെ സാറ്റ് വയ്ക്കും അറിയോ ഓക്കെ എന്ന് ചോദിക്കും. പറയാതെ ഞാൻ ഓക്കെ ആടാ, ഞാൻ നന്നായിട്ടായിരിക്കുന്നതെന്ന് പറയും. ഉടനെ പറയും നിന്റെ മനസ്സിൽ തൊട്ട് നീ പറയടാ, നീ സന്തോഷമായിട്ടായിരിക്കുന്നത് എന്ന്. ആടാ ഞാൻ സന്തോഷമായിട്ടായിരിക്കുന്നത് എന്ന് ഇവൻ തിരിച്ചു പറയും. ഉടനെ സാറ്റ് പറയും നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കില്ല, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ടെറസിലുണ്ട്, എല്ലാരും കൂടെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നല്ലൊരു പാർട്ടി നടത്തിക്കൊണ്ടിരിക്കും, നീയും വാടാ ഞങ്ങളുടെ ജോയിൻ ചെയ്യുന്ന പറയും. ഞാൻ വരുന്നില്ലടാ, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, നീ പൊക്കോന്ന് പറയും. പ്ലീസ് എടാ വാടാ, എല്ലാരും ഉണ്ടല്ലോ, ഹാപ്പി ആയിട്ടിരിക്കാൻ, നീ വാവാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നേരെ നമ്മുടെ മാസിനെ വിളിച്ചോണ്ട് ടെറസിലോട്ട് പോകും. ടെറസിലാണ് നമ്മുടെ പിള്ളേർ സെറ്റ് എല്ലാം ഉണ്ട്. മോണ്, സാറ്റ്, പൂത്ത്, സത്യം പറഞ്ഞ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ പേര് ഞാൻ മറന്നുപോയി. എങ്ങനെ മറക്കാതിരിക്കും, ഒരു പനിയാന്നും പറഞ്ഞ് 2.5 ആഴ്ചത്തോളം യൂട്യൂബിന്റെ സൈഡിലോട്ട് വന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ക്യാരക്ടേഴ്സ് ഒക്കെ ഓർത്തിരിക്കാനാ. കൂട്ടത്തി ഒരു കാര്യമുണ്ട്, നമ്മുടെ കേങ്ങില്ല കേട്ടോ, അതൊരു സങ്കടമാണ് എന്റെ കേങ്ങ്. അങ്ങനെ പിള്ളേരെല്ലാം ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സാറ്റും മാസും കൂടെ അങ്ങോട്ട് വരുന്നത്. മാസിന്റെ മുഖം കണ്ടത് കൊണ്ട് തന്നെ പൂത്ത് അറിയാതെ തന്നെ ചോദിക്കും എന്താടാ നീ കരഞ്ഞോണ്ടിരിക്കുവായിരുന്നോ എന്നിങ്ങനെ ചോദിക്കും. പൂത്ത് ഇങ്ങനെ ചോദിച്ചു നമ്മുടെ ഡൂ പെട്ടെന്ന് പൂത്തിന്റെ കൈ പിടിച്ചിങ്ങനെ ഞെക്കുമ്പോഴാണ് പൂത്തിന് ഓർമ്മ വന്നത്, അയ്യോ അറിയാതെ ചോദിച്ചല്ലോ എന്ന് പറഞ്ഞ പെട്ടെന്ന് അവനങ്ങ് സൈലന്റ് ആവും. അപ്പം ഫ്രണ്ട്സിനെല്ലാം കത്തും. അപ്പൊ വിഷയം മാറ്റാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സ് എല്ലാം കൂടെ എന്ത് ചെയ്യും, തേർഡ്സിനെ ഇട്ട് കളിയാക്കും. അതായത് അവൻ മന്ത്രവാദിയല്ല, ഇപ്പൊ നീ അങ്ങനെ ജ്യോതിഷമൊന്നും ചെയ്യുന്നില്ലടാന്നും പറഞ്ഞിട്ട് കളിയാക്കാൻ പറയേ, ഇപ്പൊ ഞാനതൊന്നും ചെയ്യുന്നില്ലടാ, എന്റെ ബോയ് ഫ്രണ്ടിന് അതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനതൊക്കെ നിർത്തി എന്ന് പറയും. ഇത് കേട്ടത് മാസ് പറയാ നീ നിർത്തിയത് നന്നായി, അതൊക്കെ തെറ്റാടാ, ഇങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ഈ മിറാക്കളൊന്നും ജീവിതത്തിൽ നടക്കത്തില്ല, ഈ ജ്യോതിഷവും മിറാക്കിളൊക്കെ വെറുതെ ആണ്, ആൾക്കാരെ പറ്റിക്കാനുള്ള, അതൊന്നും ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് പറയും. ഇത് കേട്ടതും തേർഡ്സിനങ്ങ് കൊള്ളു. ഉടനെ തേർഡ്സ് പറയും അങ്ങനെയൊന്നുമില്ല ബ്രോ, അതൊക്കെ നടക്കുമെന്ന് പറയും. കാര്യം എന്ന് വെച്ചാൽ അവന്റെ ജീവിതത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ടല്ലോ, ഒരു പ്രേതത്തിനല്ലേ പിന്നീട് അവന് ബോയ് ഫ്രണ്ട് ആയത്, അപ്പൊ ആ ഒരു മിറാക്കിൾ വെച്ചിട്ട് അവൻ പറയൂ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നടക്കുമെന്ന് പറയും. ഉടനെ അതിന് മാസ് പറയും അതിലൊന്നും എനിക്ക് വിശ്വാസം ഇല്ല, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, എന്തെങ്കിലും ഒരു മിറാക്കിൾ നടക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ നാള് കാത്തിരുന്ന് സമയം പോയതല്ലാതെ യാതൊന്നും നടന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്കതിലൊന്നും വിശ്വാസമില്ല, നിങ്ങളെല്ലാരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കും, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഇവനിങ്ങനെ സങ്കടമായിട്ട് പോകുമ്പോഴേക്കും ഫ്രണ്ട്സിനെല്ലാം സങ്കടമാവും. ഉടനെ ഈ ഫസ്റ്റ് ഇയർ പിള്ളേരുണ്ടല്ലോ, അതായത് നമ്മുടെ മോണും തേർഡ്സും ഒക്കെ, അവർക്കൊന്നും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ഉടനെ ഇവരെല്ലാരും കൂടെ നമ്മുടെ പൂത്തിന്റെ അടുത്ത് കണ്ടിട്ട് പറയും എന്താ പ്രശ്നം, എന്താ നടന്നത്, കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുമെന്ന് പറയും. പൂത്താണ് ആദ്യമൊക്കെ പറയാനായിട്ട് ഇങ്ങനെ മടിക്കും, പിന്നെ പറയാൻ വരുമ്പോഴേക്കും ഡൂ ചോദിക്കും സത്യമായിട്ട് നീ പറയാൻ പോകണോന്ന് ചോദിക്കും. പറയും എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് അല്ലാണ്ട് അവര് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പറയും. അവനൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവര് ഭയങ്കര സ്നേഹമായിരുന്നു, ആ ബോയ് ഫ്രണ്ട് ഒരു ദിവസം മരിച്ചുപോയി, അവനൊന്നും മരിക്കരുത്, അവനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഒരുപാട് പ്രാർത്ഥിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല, അവൻ മരിച്ചുപോയി. അതോർത്ത് അവന് ഭയങ്കര സങ്കടമാണ്. അതിനെല്ലാം കാരണം അവനാണെന്ന് പറഞ്ഞ അവൻ ആ കുറ്റബോധത്തിലാണ് നടക്കുന്നത്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പുറത്തൊരു ഡേറ്റിന് വേണ്ടി പ്ലാൻ ചെയ്ത് ഒരു സിനിമ കാണാൻ പോകാൻ വേണ്ടി. ഇവനന്ന് ജോലിയുടെ തിരക്കായതുകൊണ്ട് ഇവൻ താമസിച്ചാ പോയത്. പക്ഷെ അവൻ തിയേറ്ററിൽ ചെന്ന് മൂവി തുടങ്ങിക്കൊണ്ടിരുന്നപ്പോഴേക്കും തിയേറ്ററിന് തീ പിടിച്ച് കത്തി ഭയങ്കര പ്രശ്നമായിട്ട് പോലീസുകാരൊക്കെ വന്ന് ഇവൻ താമസിച്ച് ചെന്നപ്പോഴേക്കും ആക്സിഡന്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇവനെ അകത്തോട്ട് വിട്ടില്ല. ഒരുപാട് ഇവൻ ശ്രമിച്ച് അകത്ത് പോകാനായിട്ട് കയറാനായിട്ട്, പക്ഷെ ഇവനെ കയറ്റിയില്ല. പക്ഷെ അവസാനം കാണുന്നത് അവന്റെ ശവമായിട്ട് പുറത്തോട്ട്
കൊണ്ടുവരുന്നതാണ്. ഇവനൊന്ന് താമസിച്ചെന്നുകൊണ്ടാണ് അവൻ അങ്ങനെ സംഭവിച്ചത്. അല്ലെങ്കിൽ ഇവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും അവനെ രക്ഷിച്ചേനെ എന്നുള്ളൊരു രീതിയിൽ കുറ്റബോധത്തിലാണ് അവൻ ഭയങ്കര സങ്കടമായിട്ട് നടക്കുന്നത് എന്ന് പറയും. ഈ കഥയൊക്കെ കേൾക്കുമ്പോഴേക്കും ഫസ്റ്റ് ഇയേഴ്സിനെല്ലാം ഭയങ്കര സങ്കടമാവും. എനിക്കും ഭയങ്കര സങ്കടമായി. നമ്മള് ഫ്ലാഷ് ബാക്കിൽ കണ്ടില്ലായിരുന്നോ, ചെറുക്കൻ ഫോൺ ചെയ്തിട്ട് നമുക്കിന്ന് സിനിമ കാണാൻ പോകാൻ, ഞാൻ നിനക്കൊരു സെറ്റർ വാങ്ങിച്ചിട്ടുണ്ട്, കാത്തിരിക്കാന്നൊക്കെ പറയത്തില്ല. പക്ഷെ ഇവൻ ഡെലിവറി കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും തിയേറ്ററിൽ നിന്ന് തീ പിടിച്ച ചെറുക്കൻ മരിച്ചു പോവും. ഇവനപ്പ നേരത്തെ ചെന്നിരുന്നെങ്കിൽ ഇവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ രക്ഷിക്കായിരുന്നു എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇവൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നടക്കുന്നത്. അപ്പൊ അവൻ മരിക്കരുത്, അവനൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് അവൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും അതൊന്നും നടന്നില്ലല്ലോ. അതുകൊണ്ടാണ് അവൻ ഇതുപോലുള്ള മിറാക്കളിലൊന്നും വിശ്വാസം ഇല്ലാത്തത്. അയ്യോ, ഈ കഥ കേട്ടപ്പോ എനിക്ക് ജിയായോടാ പറയാനുള്ളത്. എന്റെ പൊന്ന് ജിയ, ഇത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആണല്ലോ. ഇങ്ങനത്തെ ഒരാളെ നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാ. നിനക്ക് എന്തെങ്കിലും മിറാക്കിൾ വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിച്ചോ. അങ്ങനെ എന്തെങ്കിലും മിറാക്കിൾ നടന്ന് ഇപ്പൊ നിനക്ക് സെറ്റ് ആയാലേ ഉള്ളു അല്ലെ. ഈ കഥയെല്ലാം കൂടെ കേട്ടിട്ട് നമ്മുടെ ഫസ്റ്റ് ഇയർ പിള്ളേരെല്ലാം ഭയങ്കര ഷോക്കായിട്ട് അവനൊരു ട്രൂ ലവ് ആയിട്ട് ഒരു പാർട്ട്ണറെ കിട്ടിയാൽ മതി എന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് പിറ്റേ ദിവസം മറ്റേ വീടില്ലാത്ത ഒരാളുമായിട്ട് നമ്മുടെ മാസുക്ക് ഭയങ്കര കമ്പനിയാണ്. അയാളെയാണ്. അയാളുടെ അടുത്തോട്ട് മാസു സൈക്കിൾ ഓട്ടി ചെല്ലും. അയാൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അയാളുടെ അടുത്ത് നിന്ന് വർത്താനം പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇവന്റെ മുഖം കാണുമ്പോഴേക്കും ഉടനെ അയാൾ പറയും, എന്ത് പറ്റി, നിന്റെ മുഖത്ത് ഭയങ്കര സങ്കടം ഉണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ പറയും, ഒന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയും. ഇവൻ പറയുന്നത് കേൾക്കുമ്പോ തന്നെ അയാൾക്ക് മനസ്സിലാകും കള്ളമാണെന്ന് പറഞ്ഞ അയാൾ പറയും, അങ്ങനെയൊന്നും ഇല്ല, ഞാനല്ലേ നിന്നോട് ചോദിക്കുന്നത്, എന്തോ ഒരു പ്രശ്നമുണ്ട്, പറയ്, ഞാനല്ലേ ചോദിക്കുന്നത് എന്ന് പറയും. ഉടനെ തന്നെ മാസു പറയും, ഞാൻ ഒരാളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അയാളിപ്പോ ജീവനോടെ ഇല്ല എന്ന് പറയും. എന്റെ അടുത്ത് അവസാനമായിട്ടൊരു വാക്ക് പറയാതെ, എന്റെ അടുത്ത് ഒരു ഗുഡ് ബൈ പോലും പറയാതെ എന്നെ വിട്ടിട്ട് പോയി എന്ന് പറയും. ഇവനിങ്ങനെ സങ്കടപ്പെട്ട് പറയുന്ന കേട്ടതുകൊണ്ട് തന്നെ അയാൾ പറയും, നീ സങ്കടപ്പെടണ്ട, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മിറാക്കിൾ നടക്കും, നിന്റെ ട്രൂ ലവ് എന്താണോ അത് നീ ഒരിക്കൽ കണ്ടുപിടിക്കും, നീ ഇതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ടെന്ന് പറയും. എന്റെ പൊന്നെ, ഇയാളും പറയുന്ന മിറാക്കിളിന്റെ കാര്യമാണ്. അവനാണെങ്കിൽ ഇത് കേൾക്കുന്ന തന്നെ കലിയ. ഇത് കേട്ടത് മാസു പറഞ്ഞ പറയും, ഓ മിറാക്കിളോ, അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് പോകാൻ വരുമ്പോഴേക്കും ഇയാൾ അവിടെ പിടിച്ചെടുത്തിട്ട് പറയും, നീ ഒന്ന് ഇരുന്നേ, ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു ചെയിൻ എടുത്ത് കൊടുത്തിട്ട് പറയും, ഇതൊരു ലക്കി ചെയിൻ ആണ്, ഇത് നിന്റെ കയ്യിലിരുന്ന് ഞാൻ നീ നല്ലവരെ മീറ്റ് ചെയ്യത്തുള്ളൂ, ഇതിപ്പോ എന്റെ കയ്യിലിരുന്നത് കൊണ്ടാണ് നിന്നെ ഞാൻ മീറ്റ് ചെയ്തത്, ഇത് നിന്റെ കയ്യിലിരിക്കുമ്പോഴേക്കും എല്ലാം ശരിയായിട്ട് നടക്കും, നിനക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടും, നീ ഇത് കൈ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അവന് കൊടുക്കും. നിന്റെ ലൈഫിൽ ഇനി എല്ലാം നല്ലതായിട്ട് നടക്കും എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. ഇവനത് വിശ്വാസമൊന്നും ഇല്ലെങ്കിൽ അയാൾ തന്നുകൊണ്ട് മേടിക്കും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന അവിടെ മാസുവും സാറ്റും കൂടി മാസുവിന്റെ ബോയ് ഫ്രണ്ട് ഇല്ല അവന്റെ കല്ലറയിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് കല്ലറയെ നോക്കി മാസു പറയും, ഇതെന്റെ ജൂനിയർ ആണ്, നല്ലൊരു ഫ്രണ്ടും കൂടാണ് സാറ്റ്, നല്ലൊരു ചെറുക്കനാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണിക്കാൻ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു നീല കളറുള്ള ഫ്ലവർ എടുത്ത് അവന്റെ കല്ലറയിൽ വെക്കുവാനിട്ട് പറയും, ഈ ഫ്ലവർ നിനക്ക് ഭയങ്കര ഇഷ്ടമല്ലേ എന്ന് പറയും. ഇതെല്ലാം ഭയങ്കര സങ്കടമായിട്ട് നമ്മുടെ സാറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. എന്നിട്ട് ചോദിക്കും, നീ എപ്പോഴും ഇവിടെ വരുമോന്ന് ചോദിക്കുമ്പോ പറയും, ആടാ, എനിക്ക് എപ്പോ ഫ്രീ ഉണ്ടോ അപ്പോഴെല്ലാം ഞാൻ ഇവിടെ വരുമെന്ന് പറയും. ഓ സാരമില്ലടാ, ഇപ്പോഴും നീ അവനെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടല്ലോ, നീ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് സാറ്റ് പറയും. ഇത് കേട്ടത് ഉടനെ തന്നെ മാസു പറയും, ഞാൻ മാത്രമല്ലടാ, അവനും എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് പറയും. എന്നിട്ട് പറയും, അവനൊരു പാവമായിരുന്നു, എന്നെ ഒരുപാട് പ്രണയിച്ചായിരുന്നു, ആരും സങ്കടപ്പെടുത്തത്തില്ല, എല്ലാരോടും നന്നായിട്ട് ഇടപഴകും, എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്കും അവനെ ഒത്തിരി ഇഷ്ടമായിരുന്നു, അവനും എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു എന്ന് ഭയങ്കര സങ്കടമായിട്ട് പറയും. അയ്യോ, ഈ സീനൊക്കെ കാണണം കേട്ടോ, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സീനാണ്. നമുക്ക് തന്നെ സങ്കടം വരും, അയ്യോ എന്തിനാണ് ഇങ്ങനെ ഒരു രീതി കൊടുക്കുന്നത് എന്ന്. റിയൽ ലൈഫിലല്ല എന്തുമാത്രം കപ്പിൾസാ ഇങ്ങനെ ഉള്ളത്. മാസു ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടതും സാറ്റുണ്ടായിരുന്നു ചോദിക്കും, നിങ്ങൾ ആദ്യം ആരാണ് പ്രപ്പോസ് ചെയ്തത് എന്ന് ചോദിക്കും. ഉടനെ പറയാം, ആരാ പ്രപ്പോസ് ചെയ്തതെന്ന് ഓർമ്മയില്ല, പക്ഷെ അവൻ എന്നോട് ബോയ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കാവോ എന്ന് ചോദിച്ചത് ഒരു സിനിമാ തിയേറ്ററിൽ വെച്ചാണ് എന്ന് പറയും. പ്രപ്പോസ് ചെയ്യുന്നതും ബോയ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കാവോ എന്ന് ചോദിക്കുന്ന ഒന്നല്ല, ഇവൻ എന്ത് കിളി പോയോ. എന്നിട്ട് പറയും, ഞങ്ങളുടെ കൂടെ ആ സിനിമാ തിയേറ്ററിൽ ഇരിക്കുവായിരുന്നു, ആ തിയേറ്റർ ഭയങ്കര തണുപ്പായിരുന്നു, എനിക്ക് തണുത്തപ്പോഴേക്കും അവൻ തന്നെ ഒരു കോട്ട് ഊരി എന്റെ ദേഹത്തിട്ട് ഇട്ടിട്ട് അവൻ പതുക്കെ എന്നോട് പറഞ്ഞു, ആ കോട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ട് നോക്ക് എന്ന് പറഞ്ഞു. പോക്കറ്റിൽ കൈയിട്ട് നോക്കിയപ്പോഴേക്കും അതിനകത്തൊരു പേപ്പർ ഉണ്ടായിരുന്നു. അതിനകത്താണെങ്കിൽ നിനക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളെ ആരാണോ അയാളെ ഒരു റണ്ണിങ്ങിന് കൂട്ടിക്കൊണ്ടു പോകുന്ന എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനിപ്പോ നിന്നെ വിളിച്ചത്, ബാ നമുക്ക് ഓടിപ്പോയാലോ എന്ന് ചോദിച്ചു എന്ന് പറയും. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സാറ്റാണെങ്കിൽ ചിരിക്കും. ഓ അങ്ങനെയാണോ പ്രപ്പോസ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോ പറയേ, അത് മാത്രമല്ല, എന്നിട്ട് പറഞ്ഞു അപ്പുറത്തെ പോക്കറ്റിൽ കൈയിട്ട് നോക്ക് എന്ന് പറഞ്ഞു. അപ്പുറത്തെ പോക്കറ്റിൽ കൈയിട്ട് നോക്കിയപ്പോ ഏതാ ആ ബ്ലൂ ഫ്ലവർ ഇല്ല ഇപ്പൊ ഇവൻ അവിടെ വെച്ച് ആ ഫ്ലവർ ഉണ്ടായിരുന്നു. ഉടനെ ഞാൻ ചോദിച്ചു, ഈ ഫ്ലവർ എന്താന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഈ ഫ്ലവർ ഭയങ്കര റെയർ ആയിട്ട് കിട്ടുന്ന ഫ്ലവർ ആണ്, ഭയങ്കര പാടാണ് ഇത് കിട്ടാൻ, നമ്മളെ പോലെ നമ്മളുടെ കപ്പിള് പോലെ തന്നെ ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവൻ പ്രപ്പോസ് ചെയ്തത്
ചെയ്തത് എന്ന് പറയും. ഈ സ്റ്റോറി കേൾക്കുമ്പോൾ നമ്മുടെ സാറ്റിന് ഭയങ്കര ഹാപ്പി ആയിട്ട് അവൻ ചിരിക്കും. ചിരിച്ചിട്ട് പറയും, വെറും നല്ല ചെറുക്കം മാത്രമല്ല, ഭയങ്കര റൊമാൻറ്റിക് ഇറക്കനും കൂടെ ആയിരുന്നല്ലോ അവനെന്ന് പറഞ്ഞിട്ട് പറയും, നീ എന്താ ഇങ്ങനെ സങ്കടമായിട്ടിരിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ നീ ഇങ്ങനെ സങ്കടമായിട്ടിരിക്കുന്നതെന്ന് അവൻ ആഗ്രഹിക്കത്തില്ലല്ലോ. ഇക്കാര്യത്തിൽ നിന്നൊക്കെ നീയും മൂവ് ഓൺ ചെയ്ത് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ചെറുക്കനെ സ്നേഹിച്ച് അവനുമായിട്ട് നീ സന്തോഷമായിട്ട് ഇരിക്കണമെന്നല്ല ഇവനും ആഗ്രഹിക്കത്തുള്ളൂ. നിനക്ക് നല്ലൊരു ലൈഫ് കിട്ടണമെന്നല്ല അവനും ഇപ്പൊ ആഗ്രഹിക്കത്തുള്ളൂ എന്ന് പറയും. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ലൈഫ് കളയുന്നത് എന്ന് ചോദിക്കും. പക്ഷെ എന്നാ നമ്മുടെ മാസിന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ആണ്. അവൻ അന്ന് നേരത്തെ ചെന്നിരുന്നെങ്കിൽ അവന്റെ ബോയ് ഫ്രണ്ട് മരിക്കത്തില്ലായിരുന്നല്ലോ, കൂടെ ഉണ്ടായിരുന്ന അവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കത്തില്ലേ എന്നൊരു ചിന്തയിലാണ് ഇവനിങ്ങനെ ഷോക്കായിട്ട് നടക്കുന്നത്. ഇവിടെ നീതി സീൻ കിട്ടിയതാണെങ്കിൽ നമ്മുടെ ജിയാടെ ഷോപ്പാണ്. മാസാണെങ്കിൽ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഒറ്റയ്ക്ക് ഭയങ്കര ഷോക്കായിട്ട് പുറത്തോട്ട് നോക്കിയിരിക്കുകയാണ്. ഇവനിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന കാണുമ്പോഴേക്കും കൂടെ ജോലി ചെയ്യുന്ന ആളും ജിയായും കൂടി ഇങ്ങനെ വർത്താനം പറയും. ഉടനെ കൂടെ ജോലി ചെയ്യുന്നവൻ പറയും, കണ്ടോ ഇവൻ വീണ്ടും സങ്കടപ്പെട്ട് ആ ഒറ്റയ്ക്കുള്ള ആ ഒരു രീതിയിൽ തന്നെ പിന്നെയും വന്നോണ്ടിരിക്കുക. എന്ത് ചെയ്താ ഇവനെ ഒന്ന് സങ്കടപ്പെടുത്തുന്നത്? ഇവന്റെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇവനെ എങ്ങനെ മാറ്റിയെടുക്കും എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും ജിയ എന്തെടുക്കും, ഇവന്റെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് പറയും, വർക്കെല്ലാം കൂടെ കഴിയുമ്പോഴേക്കും നീ എന്റെ കൂടെ ഫുഡ് കഴിക്കാൻ വരണോന്ന് പറയും. ഇല്ലല്ല എനിക്ക് തിരക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ ജിയ വിടത്തില്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഉറപ്പായിട്ട് നീ എന്റെ കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവനെ കൊണ്ട് സമ്മതിപ്പിക്കും. ഫുഡ് കഴിക്കാൻ പുറത്തു പോവാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച വല്ല റെസ്റ്റോറന്റിലായിരിക്കും പോകുന്നത്. അല്ല, റേറ്റ് ആയിട്ട് വീട്ടിലോട്ടാ കൂട്ടിക്കൊണ്ടുവരുന്നത്. വീട്ടിൽ ചെല്ലുമ്പോഴേക്കും നമ്മുടെ ജിയയുടെ ബ്രദറും വൈഫും കുട്ടിയൊക്കെ ഉണ്ട്. ഇവനെ വിളിച്ചോണ്ട് വന്നിട്ട് അവരോട് ഇന്ന് ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കും. ഉടനെ ആ ലേഡി പറയും, മോനെ ഇത് നിന്റെ വീടാന്ന് ഓർത്തത് നീ നല്ല ഹാപ്പി ആയിട്ട് ഫ്രീ ആയിട്ട് ഇരുന്ന് ഫുഡ് കഴിച്ചോ എന്ന് പറയും. ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് എടുക്കുമ്പോഴേക്കും നമ്മുടെ മാസുവിന്റെ മനസ്സെ കുറിച്ച് മാറി അവനും ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് പോകാൻ പോവാണ്. ജിയ അപ്പൊ ഇവനെ വഴിയിലോട്ട് ആക്കാൻ വേണ്ടി രണ്ടുപേരും കൂടെ നടന്ന് പുറത്തു വരുമ്പോഴേക്കും ജിയ പെട്ടെന്ന് പറയും, നീ ഒരു കാര്യം മനസ്സിലോർത്തോ, എപ്പോഴും നിനക്ക് എന്താവശ്യത്തിനും എന്ത് കാര്യത്തിനും ഞാൻ നിന്റെ കൂടെ തന്നെ കാണും, നിനക്കായിട്ട് ഞാൻ എപ്പോഴും കാണുമെന്ന് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മാസ് കാണാൻ ഒരുമാതിരി ഇങ്ങനെ നോക്കുക. അവന് പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല, ഒരു മുതലാളി തൊഴിലാളിയോട് പറയുന്ന ഒരു വാക്ക് പോലെ തോന്നത്തുള്ളൂ. പക്ഷെ നമ്മുടെ ജിയ ഭയങ്കര ഫീലിങ്സ് ആയിട്ടാണ് പറയുന്നത്. ഇനി ഇതെന്താകും ഇവര് തമ്മിലുള്ള കഥ, അവനെന്റെ മൈൻഡൊക്കെ മാറുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം പ്ലീസ്. പിന്നെ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവര് നേരെ ഇൻസ്റ്റയും ഫോളോ ചെയ്യുക. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ ബൈ ബൈ.